സോ വെൽക്കം ബാക്ക്. അപ്പോൾ സാംസങ്ങിൻ്റെ M55 എന്ന് പറഞ്ഞാൽ 25,000-30,000 ആ ഒരു റേഞ്ചിലൊരു സാംസങ് ഫോൺ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ കണ്ട സമയത്ത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫോണായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. 3 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ബേസ് മോഡൽ നമുക്ക് 8GB 128GB വരുന്നുണ്ട്. മിഡിൽ വേരിയൻറ്റ് 8GB 256GB, അതുപോലെ തന്നെ ഹയർ വേരിയൻറ്റ് 12GB 256GB ആയിട്ടാണ് വരുന്നത്. ഇതിൽ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 26,999 ആണ്. ഓഫർ വരുന്നുണ്ട്. ഓഫർ പ്രൈസ് പറയുകയാണെങ്കിൽ 24,999 കിട്ടുന്നതായിരിക്കും. മിഡിൽ വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ പ്രൈസ് 29,999 ഓഫർ പ്രൈസ് 27,999 ആയിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻ്റ് ആണെങ്കിലോ നമുക്ക് നോർമൽ പ്രൈസ് 32,999 ഓഫർ പ്രൈസ് നമുക്ക് 13,999 കിട്ടുന്നതായിരിക്കും. അപ്പോൾ 25,000 രൂപ തൊട്ട് 30,000 ആ റേഞ്ചിലേക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ബേസ് മോഡലിൻ്റെ നോർമൽ പ്രൈസ് 26,999 ആണ്. 27,000 രൂപയാണ് നമുക്ക് നോർമലായിട്ടുള്ള പ്രൈസ്. ഓഫറിലാണ് നമുക്ക് 25,000 രൂപ റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് പ്രൈസ്. ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ബിൽഡ് ആൻഡ് ഡിസൈൻ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ബിൽഡ്. നോർമലി ഈ റേഞ്ചല്ല, അവരുടെ ഇതിനും കാട്ടി പൈസ കൂടി ഒട്ടുമിക്ക എല്ലാ ഫ്ലാഗ്ഷിപ്പിൽ മാത്രമേ അവർ ഗ്ലാസ് യൂസ് ചെയ്യാറുള്ളൂ. ഇതിലും പ്ലാസ്റ്റിക് തന്നെയാണ്. ബട്ട് എസ് സീരീസിലൊക്കെ കണ്ട ആ ഒരു സെയിം ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഫോണിലും ഫോളോ ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ തന്നെ കുറച്ചും കൂടെ ബമ്പായിട്ട് വരുന്നുണ്ട്. അതായത് സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ആ ഒരു പ്രീമിയം ലെവൽ ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. അതായത് എസ് സീരീസ് ഫോണിലൊക്കെ വന്ന ആ ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു ഫോൺ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നീട് 180 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. 7.8 mm ആണ് തിക്നെസ് ആയിട്ട് വരുന്നത്. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. ഡിസൈനും നല്ല രസമുണ്ട്, അത്യാവശ്യം ലൈറ്റ് വെയിറ്റും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡിസൈൻ ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ബട്ട് പ്ലാസ്റ്റിക്കാണ്, അത് വലിയ ഇഷ്യൂ ആയിട്ട് കാണേണ്ടത്. കാരണം സാംസങ് ഫോൺ എന്ന രീതി നോക്കുന്ന സമയത്ത് അത് വലിയ ഇഷ്യൂ അല്ല. കാരണം എന്തായാലും ഗ്ലാസ് ഈ പൈസക്ക് എന്തായാലും സാംസങ് ഗ്ലാസ് തരൂല. അതുകൊണ്ട് പ്ലാസ്റ്റിക്കും വെച്ച് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നീട് 2 കളർ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഗ്രീൻ കളർ വരുന്നുണ്ട്, അതായത് ലൈറ്റ് ഗ്രീനും പിന്നെ ഡെനിം ബ്ലാക്കും വരുന്നുണ്ട്. അതിൽ ഗ്രീൻ കളറാണ് കുറച്ചും കൂടെ ബെറ്റർ, നല്ല രസമുണ്ട്, നല്ലൊരു പ്രീമിയം ലുക്ക് ആ ഒരു ഗ്രീൻ കളറിൽ തരുന്നുണ്ട്. ബ്ലാക്ക് ഒരു നോർമലാണ്. പിന്നീട് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ടോക്ക് അബൌട്ട് ഡിസ്പ്ലേ. 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD സൂപ്പർ AMOLED പ്ലസ് 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 1000 nits പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. സോ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ പറ്റി നമുക്ക് അധികം ഒന്നും പറയാനില്ല. സോ ആ ഒരു റേഞ്ചിലെ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്പ്ലേ തന്നെയാണ് ഇത്തവണയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് ഈ ഒരു M55ലും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിസ്പ്ലേയിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്യാറില്ല. അത് ഈ ഒരു ഫോണും അങ്ങനെ തന്നെയാണ്. പിന്നീട് സെൻട്രൽ പഞ്ച് ഹോളായിട്ടാണ് സെൽഫി ക്യാമറ വരുന്നത്. ബെസൽസൊക്കെ തന്നെ അത്യാവശ്യം കുറവാണ്, ഒരു നോർമലായിട്ടുള്ള ബെസൽസാണ് വരുന്നത്. ഈ റേഞ്ചിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ വരാറുണ്ട്, വരുന്ന ഫോൺസ് ഉണ്ട്. ബട്ട് ഇതിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്, ബിക്കോസ് ദിസ് ഈസ് എ സാംസങ് ഫോൺ. അപ്പോൾ ഇത് നോർമലി ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. കർവ്ഡ് ഒന്നും തന്നെ നമുക്ക് ഈ റേഞ്ചിൽ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിനൊക്കെ അവരുടെ 1,00,000 മേലെയുള്ള അൾട്രാ മോഡൽ എടുക്കേണ്ടി വരും. 30,000 രൂപയ്ക്ക് എന്തായാലും സാംസങ് എന്തായാലും അങ്ങനത്തെ സംഭവമൊന്നും കൊണ്ടുവരില്ല. സോ അതുകൊണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോൺസ് ഡിപ്പെൻഡ് ചെയ്യുക. ഇതിൽ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിലെ ഡിസ്പ്ലേയും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ റേഞ്ചിലെ ബെസ്റ്റ് ഡിസ്പ്ലേ ഒന്നും തന്നെ അല്ല. കാരണം ഈ റേഞ്ചിലെ ബെസ്റ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേറെയും ഉണ്ട്. അപ്പം അതിൻ്റെ അടുത്തുനിന്ന് ഈ ഫോൺ എന്തായാലും വരില്ല. സോ കുഴപ്പമില്ലാത്ത നല്ല ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ക്യാമറ അല്ല അടുത്ത പറയേണ്ടത്. അതായത് 15 MB പ്രൈമറി ക്യാമറ വിത്ത് OIS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് 8 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. പിന്നീട് 2 MB ഒരു മാക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4K വീഡിയോ റെക്കോർഡിങ് റിയറിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും 30,000 രൂപയ്ക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യുമല്ലോ. പിന്നീട് സെൽഫി, അത് നമുക്ക് 15 MB സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് 4Kയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K വീഡിയോ റെക്കോർഡിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ
ഫോട്ടോ വീഡിയോഗ്രാഫിയിൽ സാംസങ് എന്തായാലും ടോപ്പാണല്ലോ. അപ്പം വേറെ ഏത് റേഞ്ചിൽ ഈ ഫോൺസ് ഉണ്ടെങ്കിൽ പോലും ക്യാമറയിൽ M55 ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരിക്കും. അപ്പോൾ ക്യാമറ റിവ്യൂസൊക്കെ നോക്കുക. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ക്യാമറയിൽ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ക്യാമറ ബെസ്റ്റ് തന്നെയാണ്, യാതൊരു തരത്തിലുള്ള ഡൗട്ടും അതിൽ പറയാനില്ല. അതിൽ ഡൗട്ടും ഇല്ല, പറയാനല്ല, യാതൊരു തരത്തിലുള്ള ഡൗട്ടും ക്യാമറയിൽ വേണ്ട. സോ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ക്യാമറ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പെർഫോമൻസ്, കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 1 എന്ന പ്രോസറാണ് കൊടുത്തുള്ളത്. ഇതിൻ്റെ ഒരു ആൻറ്റു ബെഞ്ചുമാർക്ക് സ്കോർ എന്ന് പറയുന്നത് 5,90,000 എബോ ആയിട്ടാണ് വരുന്നത്. ഈ റേഞ്ചിൽ, അതായത് 25,000 രൂപയ്ക്ക് നമുക്ക് OnePlusൻ്റെ നോഡ് CE2 ഒക്കെ തന്നെ വരുന്നുണ്ട്. 25,000 ഇതിൽ ഓഫർ പ്രൈസ് ആണല്ലോ 25,000, അതിൻ്റെ നോർമൽ പ്രൈസാണ് 25,000. അപ്പോൾ ആ 25,000 രൂപയുടെ ഫോണിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 3 വരുന്നുണ്ട്. അതിൻ്റെ ഒരു ആൻറ്റു ബെഞ്ചുമാർക്ക് സ്കോർ എന്ന് പറഞ്ഞാൽ 8,15,000 എബോ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ആണെങ്കിലോ നിയറായിട്ട് 6 lakh മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് പെർഫോമൻസ് അത്രക്കും ബെറ്റർ ആയിട്ട് കൊടുത്തിട്ടില്ല. സോ നോർമൽ പെർഫോമൻസ് മാത്രമാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒന്നല്ല. ഈ റേഞ്ചിൽ നമ്മൾ കോമ്പറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് കുറച്ച് കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മോശം പെർഫോമൻസ് ഒന്നും തന്നെയല്ല, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. സോ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർഫോമൻസിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി കുഴപ്പമൊന്നുമില്ല. സാംസങ് ഫോൺ എന്ന രീതി നോക്കുന്ന സമയത്ത് അത്ര മോശമല്ല. കാരണം സാംസങ് ഫോണായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം അവർക്കൊക്കെ ആണെങ്കിലും ഇത് അങ്ങനെ മോശം പ്രോസറൊന്നുമല്ല, നല്ല പ്രോസർ തന്നെയാണ്. ബട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലോണം ചെറിയ പ്രോസറായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ. പിന്നീട് One UI 6.1 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14 ആണ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് LPDDR4Xൻ്റെ റാമും UFSൻ്റെ 3.1 സ്റ്റോറേജാണ് കൊടുത്തിട്ടുള്ളത്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിനകത്ത് ചാർജർ വരുന്നില്ല. സോ ദിസ് ഇസ് എ സാംസങ് ഫോൺ. അപ്പം ചാർജർ ഇല്ല. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ബിൽഡ് ആൻഡ് ഡിസൈൻ കൊള്ളാം, നല്ല ഡിസൈൻ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഗ്ലാസ് ഇല്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. ഡിസൈൻ ഇറ്റ്സ് ഓക്കെ, കാണാൻ രസമുണ്ട്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഇറ്റ്സ് ഓക്കെ. ദെൻ ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, അതിലൊന്നും വലിയ ഇഷ്യൂ ഇല്ല. ദെൻ ക്യാമറ ബെസ്റ്റായിട്ടുള്ള ക്യാമറ വരുന്നുണ്ട്. പെർഫോമൻസ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്നുണ്ട്. നല്ല ബാറ്ററി വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഇല്ല, ബോക്സിനകത്തില്ല, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ സാംസങ് ഫോൺ എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരു ബെറ്റർ ആയുള്ള ഓപ്ഷൻ തന്നെയാണ് ഈ റേഞ്ചിൽ. ബാക്കിയുള്ള ഇപ്പോൾ മോട്ടറോള ആണെങ്കിലും OnePlus ആണെങ്കിലും റിയൽമി ആണെങ്കിലും റെഡ്മി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊട്ടും പോരാ. ഫോൺ ഒട്ടും ആ ഒരു ഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന ആ റേഞ്ച് എന്തായാലും ഈ ഫോൺ എന്തായാലും ഇല്ല. സോ സാംസങ് എന്ന ബ്രാൻഡ് ഇഷ്ടപ്പെട്ട് പോയി എടുക്കുന്നുണ്ടെങ്കിൽ M55 ഒരു ബെറ്റർ ആയുള്ള ഓപ്ഷൻ തന്നെയാണ്. അല്ലാത്ത രീതിയിൽ ഇതൊരു എത്തുന്നില്ല. ആ ഫോണുമായിട്ട് മറ്റ് ഫോണായിട്ടൊന്നും ആ ഒരു റേഞ്ച് എന്തായാലും ഈ ഒരു ഫോണിന് എത്തൂല. സോ സാംസങ് ഫോൺ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായി കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രോം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.